ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന ശത്രുക്കളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. പാകിസ്ഥാൻ നമ്മളുടെ ട്രഡീഷണൽ എനിമിയാണ്. ഒരിക്കലും നമുക്ക് സ്വസ്ഥത തരാത്ത, അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഒരിക്കലും ഉണ്ടാക്കുവാൻ സാധിക്കാത്ത ഒരു അയൽരാജ്യമായിട്ട് പാകിസ്ഥാൻ എന്നും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ചൈന പാകിസ്ഥാൻ ബന്ധങ്ങൾ വളരെ ശക്തമാർന്ന രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശും നമ്മൾക്ക് എതിരായിട്ടുള്ള ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു. ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുതിയ പുതിയ വെല്ലുവിളികൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വൻതോതിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആയുധവൽക്കരിക്കപ്പെടുന്നു. ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ തന്നെ അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും മറ്റ് പ്രതിരോധ ആയുധങ്ങളും ഒക്കെ തന്നെ വാങ്ങിക്കൂട്ടുന്നു. ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒരുപോലെ വളരെ അധികം സഹായിക്കുന്നു. മിലിട്ടറി സഹായം നൽകി പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടുതൽ ശക്തമാക്കി തീർക്കുന്നു ഇന്ത്യക്കെതിരെ നിലകൊള്ളുവാൻ വേണ്ടി. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിൻ്റെ നേവിയൊക്കെ തന്നെ മോഡേണൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ചൈന. എന്നുവെച്ചാൽ ഇന്ത്യൻ ഓഷ്യനിൽ ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ ആധിപത്യത്തെ കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന ലോങ് ടൈം, മീഡിയം ടു ലോങ് ടൈം വിഷനോട് കൂടിയാണ് ചൈന ഈ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും നേവൽ ഫോഴ്സിനെ മോഡേണൈസ് ചെയ്യുക, അത്യാധുനികമായിട്ടുള്ള വാർഷിപ്സുകൾ, സബ്മറൈൻസ് ഇതെല്ലാം കൊടുത്ത് ഇരു രാജ്യങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യ ഒരു മേഖലയിലല്ല, അല്ലെങ്കിൽ ഒരു തലത്തിലല്ല, പല രീതിയിൽ ഒട്ടനവധി ഭീഷണികളും വെല്ലുവിളികളും നേരിടുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന 2026-27 കേന്ദ്ര ബജറ്റിൽ എത്രത്തോളം നമ്മുടെ സേനയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് ബജറ്റ് വിഹിതം പ്രതിരോധ സേനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നൽകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഓൾറെഡി ഡിഫൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മളെ പ്രതിരോധ മന്ത്രാലയം 20% ബജറ്റ് വിഹിതം വേണം എന്നുള്ളൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. ആ 20% ബജറ്റ് വിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സേനയെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിലനിർത്തുവാനും അണിനിരത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ സേനയെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും ഏറ്റവും മെച്ചപ്പെട്ട ടെക്നോളജി നമുക്ക് സ്വായത്തമാക്കുവാനും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ തദ്ദേശീയമായി നമുക്ക് വികസിപ്പിക്കാൻ കഴിയാത്ത ആയുധങ്ങൾ നമ്മളുടെ ആം സപ്ലയേഴ്സിൽ നിന്ന്, പ്രത്യേകിച്ച് റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്, അമേരിക്ക, ഈ 4 രാജ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കാൻ കഴിയാത്ത ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുക. നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്, ഡിഫൻസ് മാനുഫാക്ചറിങ് വളരെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വരും കാലങ്ങളിൽ അല്ലെങ്കിൽ അടുത്തൊരു ദശാബ്ദത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് ഗണ്യമായിട്ടുള്ള പുരോഗതി ആ മേഖലയിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു നിരക്ക് നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഇന്ത്യ നേരിടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധത്തിന് വളരെ വൻതോതിലുള്ള ബജറ്റ് വിഹിതം അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അത്യാവശ്യമാണ്. ഇതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ നമ്മളുടെ അതിർത്തിയിൽ മാത്രമല്ല നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളത്, ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷയുടെ കാര്യത്തിലും നമുക്ക് വൻതോതിലുള്ള ഭീഷണികളുണ്ട്. നമുക്ക് പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ ആണെന്ന് പറയാം, ചൈനയാണെന്ന് പറയാം, ബംഗ്ലാദേശ് ആണെന്ന് പറയാം. പക്ഷേ നമുക്ക് ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളെ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് നമ്മൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ പലതും സ്ലീപ്പിംഗ് മോഡിലായിരിക്കും, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല.
അപ്പോൾ അങ്ങനൊരു ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ രാജ്യത്തെ കരുതലോടെ ശക്തമാക്കുക അല്ലെങ്കിൽ സജ്ജമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഡിഫൻസിനെ കൂടുതൽ, അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകുകയും അല്ലെങ്കിൽ ശ്രദ്ധ നൽകുകയും ചെയ്താൽ മാത്രമേ അത് സാധ്യമാകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്ത് ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ കൂടുതൽ സേനയ്ക്ക് വേണ്ടി, പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കൂടുതൽ വിഹിതം മാറ്റിവെക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മോഡി സർക്കാർ വന്നതിന് ശേഷം 2014 കേന്ദ്രത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കൂടുതൽ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ സമ്പത്ത് വിനിയോഗിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 2014 അവർ വന്നതിന് ശേഷം അതിനു മുമ്പുള്ള UPA സർക്കാരിനേക്കാളിൽ ഈ പ്രതിരോധത്തിന് വേണ്ടി 12.43% അവർ വർദ്ധിപ്പിക്കുകയുണ്ടായി. അന്ന് 2.29 ലക്ഷം കോടി രൂപയായിരുന്നു ഡിഫൻസിന് വേണ്ടി. അതിൽ 94,588 കോടി രൂപ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും അതിനുവേണ്ടിയുള്ള മൂലധനമായിരുന്നു. പിന്നീട് വന്ന വർഷങ്ങളിൽ 2015-16 കാലഘട്ടത്തിൽ അത് കൂടി 2.46 ലക്ഷം കോടിയായി. ഏകദേശം 7.7% കഴിഞ്ഞ വർഷത്തെക്കാളിൽ വർധനമുണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം 5% ഒതുങ്ങി 2.49 ലക്ഷം കോടിയിലാണ്. 2017-18 സാമ്പത്തിക വർഷം 2.74 ലക്ഷം കോടി രൂപയിലേക്ക് ഡിഫൻസ് ബജറ്റ് ഉയർത്തുകയും ചെയ്തു. കോവിഡ് കാലത്തും അതിനകത്തിൽ പ്രത്യേകിച്ചൊരു കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. കൂടുതൽ വിഹിതം ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുവാൻ ഗവൺമെൻറ് സന്നദ്ധത കാണിക്കൂ. 2022-23 വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഡിഫൻസിന് വേണ്ടി 5 ലക്ഷം കോടി രൂപയിലേക്ക് അല്ലെങ്കിൽ വിഹിതം 5 ലക്ഷം കോടി രൂപയാകുന്നത്. ആകെ 5.25 ലക്ഷം കോടി രൂപ ആ വർഷം ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചു. അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇൻക്രീസ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 ലക്ഷം കോടി രൂപ ഡിഫൻസിന് വേണ്ടി ബജറ്റിൽ വിഹിതമായിട്ട് മാറ്റിവെച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2025-26 6.81 ലക്ഷം കോടി രൂപയായിരുന്നു. അപ്പോൾ സൈന്യത്തിൽ നമ്മുടെ 3 സൈന്യത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ആർമിയുണ്ട്, നേവിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, BSF ഉണ്ട്, CRPF ഉണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല സേനാ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ സേനകളെല്ലാം തന്നെ ഒരുപോലെ നമുക്ക് ആധുനികവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടെക്നോളജി നമുക്ക് സേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി വികസിപ്പിക്കാൻ കഴിയുന്നതും നമുക്ക് ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ആയുധങ്ങൾ പ്രൊക്യൂർ ചെയ്ത് സേനയെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഈ 20% വർധനവ് ഡിഫൻസ് മിനിസ്ട്രി ആവശ്യപ്പെട്ടെങ്കിലും നമ്മുടെ ധനകാര്യ മന്ത്രാലയം അതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആണ് വേറൊരു വിഷയം. കാരണം നമുക്ക് ഡിഫൻസിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെയും ഡിഫൻസിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാനോ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും സമ്പദ് മേഖലയിലെ ഒട്ടനവധി മറ്റ് മേഖലകളുണ്ട്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒട്ടനവധി മറ്റ് മേഖലകളുണ്ട് പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പം ചെറുകിട വ്യവസായത്തിൻ്റെ, സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ സെക്ടർ, അഗ്രികൾച്ചർ, നമ്മളുടെ എഡ്യൂക്കേഷന്, ഹെൽത്ത്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും. അപ്പോൾ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വെളിച്ചത്തിൽ അതിനുശേഷം നമുക്ക് പാകിസ്ഥാൻ ഇപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആയുധങ്ങൾ വാങ്ങി കൂടുതൽ ഒരു പ്രിപ്പറേഷനിലാണ്. വൻതോതിലുള്ള ആയുധവൽക്കരണം പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇന്ത്യക്ക് കൂടുതൽ ചലഞ്ചസും ഭീഷണികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ബജറ്റിൽ തീർച്ചയായിട്ടും ഈ ഡിഫൻസ് ബജറ്റ് കൂടാനുള്ള സാധ്യത വളരെ അധികം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് മിനിസ്ട്രി നേരത്തെ തന്നെ 20% ഇൻക്രീസ് ഹൈക്ക് അല്ലെങ്കിൽ ഈ ഒരു വർധനവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീർച്ചയായിട്ടും അത്രയും വർധനവ് ഫിനാൻസ് മിനിസ്ട്രി അംഗീകരിച്ചു കൊടുക്കുമെന്ന് നമുക്കറിയില്ല. കാരണം മറ്റു മേഖലകളൊക്കെ തന്നെ പ്രാധാന്യം അർഹിക്കുകയും, കാരണം നമ്മളുടെ രാജ്യം തീർച്ചയായിട്ടും ഒരു വികസിത രാജ്യമല്ല, ഇമർജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് നമുക്ക് വിഭവങ്ങൾ സമാഹരിക്കാനുള്ള
ഒത്തിരി പ്രയാസങ്ങളുണ്ട്. കാരണം വ്യത്യസ്തമായിട്ടുള്ള പ്രാധാന്യമുള്ള മേഖലകളെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ഡിഫൻസിന് മാത്രമായിട്ട് കൂടുതൽ ഔട്ട്ലേ അല്ലെങ്കിൽ ഡിഫൻസ് ബജറ്റ് ഔട്ട്ലേ ഉണ്ടാക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രാജ്യത്തെ സംബന്ധിച്ച്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഡിഫൻസ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 20% ഇൻക്രീസ് ധനകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അംഗീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബജറ്റ് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ബജറ്റിൽ തീർച്ചയായിട്ടും ഡിഫൻസിന് എന്തായാലും മുൻകാലങ്ങളിലേക്കാളും കൂടുതൽ പ്രാധാന്യവും അല്ലെങ്കിൽ കൂടുതൽ മുൻഗണനയും കൊടുക്കും എന്നുള്ളതിനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ അതീവ ഭീഷണിയിലാണ്. നമുക്ക് മുൻകാലങ്ങളെക്കാളും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ സേനയെ ശക്തിപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ സേനയ്ക്ക് വേണ്ടി ലഭ്യമാക്കാനും തീർച്ചയായിട്ടും ഈ ബജറ്റിൽ കേന്ദ്ര സർക്കാർ അതിനുള്ള വിഹിതം മാറ്റിവെച്ച് ആ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ബജറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷേ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഏതായാലും ഡിമാൻഡ് 20% എന്നുള്ള ഡിമാൻഡ് അത് പൂർണ്ണമായിട്ടും മീറ്റ് ചെയ്യത്തില്ലെങ്കിൽ തന്നെയും അവരെ എന്തെങ്കിലും ഡിഫൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മിനിസ്ട്രിയാണ്. തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്. ഈ 20% ഇൻക്രീസ് വേണം അല്ലെങ്കിൽ 20% വർധന വേണമെന്ന് ഡിഫൻസ് മിനിസ്ട്രി പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മോഡി ഗവൺമെൻറ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അത് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ